നമുക്കിന്നൊരു വാനില ഫ്ലേവർ കപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ, അതും എയർ ഫ്രയറിൽ. കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി നമുക്ക് ചേർക്കാം. ഒരു കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു മിൽക്ക് പൗഡർ ചേർക്കുന്നത്. അതിനുശേഷം നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു കുറച്ച് വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അത്യാവശ്യം സ്പീഡിൽ തന്നെ നമുക്ക് അത് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു കുറച്ചധികം നേരം ബീറ്റ് ചെയ്തെടുക്കണം, കാരണം നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടുന്നത് വരെ നമ്മളതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഏകദേശം ആ ഒരു പരുവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതല്ല, പൊടിച്ച പഞ്ചസാര 3/4 കപ്പാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊരു 2-3 ബാച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്ത ബാച്ച് കൂടി ആഡ് ചെയ്യുന്നു, നമുക്കിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. നമുക്ക് ഫ്ലേവേർഡ് അല്ലാത്ത ഓയിൽ ചേർക്കുന്നതാണ് ബെറ്റർ. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കാം. ഇത് റൂം ടെമ്പറേച്ചറുള്ള പാലാണ്, ചൂടാക്കിയ പാലല്ല. വീണ്ടും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു 3 ബാച്ചായിട്ടാണ് ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത്. ആദ്യം ഒരു 1/3 നമ്മൾ നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സറിലേക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റർ കൊണ്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അധികം സ്പീഡിൽ അധികം നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഒരുപാട് നേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ മാറിപ്പോകും, കുറച്ച് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ വേണം അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്, ഒരുപാട് നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഒരു 3 ബാച്ചായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് എടുത്താൽ മതിയാവും. ഇനി നമുക്കിത് കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ പേപ്പറിൻ്റെ മോൾഡാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ കുറച്ച് കട്ടി കുറവായതുകൊണ്ട് 2 എണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 75% മാത്രം നമ്മുടെ ബാറ്റർ ആഡ് ചെയ്താൽ മതിയാവും, കാരണം ഇത് ബേക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ടത് പൊങ്ങി വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു കപ്പ് കേക്കിൻ്റെ മൗഡിലേക്ക് നമ്മുടെ ബാറ്റർ ആഡ് ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഞാനൊരു പാത്രത്തിലാണത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അങ്ങനെ നമുക്ക് മറ്റ് മോഡിലൂടെ നമുക്ക് ഈ ബാറ്റർ ആഡ് ചെയ്തിട്ട് ഫിൽ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു ബാച്ചിൽ 4 കപ്പ് കേക്കാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ എയർ ഫ്രയർ 2 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 160 ഡിഗ്രിയിലാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം.
ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഈ എയർ ഫ്രയറിലേക്ക് വെക്കുമ്പോഴേക്കും. എന്നിട്ട് നമുക്കൊരു 14 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. 160 ഡിഗ്രിയിൽ 14 മിനിറ്റ്സ് നമ്മളത് ബേക്ക് ചെയ്തെടുക്കണം. നല്ല ഒരു വാനിലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആക്കിയിട്ടുണ്ട്. നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്കത് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കപ്പ് കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കേട്ടോ, മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. ഈ ഒരു അളവിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണെങ്കിൽ ഒരു 17 ചെറിയ കപ്പ് കേക്ക്സ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. നമുക്ക് കപ്പ് കേക്കിന് പകരമായിട്ട് അല്ലാതെ വേണമെങ്കിലും കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമ്മളൊരു കേക്ക് ടിന്നിൽ ആ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതേ ഒരു ടൈം നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.